സിപിഎമ്മുമായി ഇടഞ്ഞ നിലമ്പൂർ എംഎൽഎ പി.വി. അൻവറിന്റെ ആദ്യ രാഷ്ട്രീയ വിശദീകരണ യോഗം അല്പസമയത്തിനകം തുടങ്ങും. നിലമ്പൂർ ചന്തക്കുന്നിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ നൂറുകണക്കിന് പേരാണെത്തിയത്. കൂടുതൽ വെളിപ്പെടുത്തലുകൾ യോഗത്തിലുണ്ടായേക്കും. പുതിയ രാഷ്ട്രീയ നീക്കത്തിന് മുന്നോടിയായാണ് വിശദീകരണ യോഗം സംഘടിപ്പിക്കുന്നത്. വിവരങ്ങൾ നൽകാനായി മുഹമ്മദ് അസ്ലമും സാജിദ് അജ്മലും തത്സമയം ചന്തക്കുന്നിൽ നിന്ന് ചേരുന്നുണ്ട്. ആദ്യം സാജിദിലേക്കാണ്. സാജിദ, ഇന്നിപ്പോൾ 6:30 അദ്ദേഹത്തിന്റെ യോഗം ആരംഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. യോഗം തുടങ്ങാറായോ? അൻവർ എത്തിയോ? അല്പസമയത്തിനുള്ളിൽ തന്നെ പി.വി. അൻവർ ഇങ്ങോട്ട് എത്തിച്ചേരും. വലിയ ഒരു ജനാവലി തന്നെയാണ് ഇവിടെ ഉള്ളത്. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ എത്തിയിട്ടുണ്ട്. പി.വി. അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങളോടുള്ള തങ്ങളുടെ നിലപാട് ഐക്യദാർഢ്യമാണ് ഇങ്ങോട്ട് വരാൻ കാരണം എന്നാണ് പറയുന്നത്. എന്നോടൊപ്പം ഇപ്പോൾ ഒരു യുവാവുണ്ട്. നിങ്ങൾ എവിടുന്ന വരുന്നത്? ഞാൻ മണ്ണാർക്കാട് സ്വദേശിയാണ്. ഇങ്ങോട്ട് വരാനുള്ളൊരു കാരണം എന്താ? വരാനുള്ള കാരണം അൻവർ ഉയർത്തിയ രാഷ്ട്രീയം തന്നെയാണ്. ഇവിടെ നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്ന ആലസ്യം ബാധിച്ച, ജനങ്ങളുടെ പൾസ് അറിയാത്ത രാഷ്ട്രീയം ജനങ്ങളുടേതാവണം എന്നുള്ള അൻവർ ഉയർത്തിയ മുദ്രാവാക്യത്തിന്റെ അദ്ദേഹം എന്ത് പറയുന്നു എന്ന് കേൾക്കാനുള്ള താല്പര്യം കൊണ്ട് തന്നെ വന്നതാണ്. ആവേശകരമായ ഇവിടുത്തെ ജനങ്ങളുടെ പ്രതികരണം കാണുമ്പോൾ അൻവറിന്റെ രാഷ്ട്രീയത്തിന് പ്രസക്തിയുണ്ട് എന്നാണ് അടിവരയിടുന്നത്. കാരണം അൻവർ ഉയർത്തിയ മുദ്രാവാക്യം, അൻവർ ഉയർത്തിയ ചോദ്യങ്ങൾ, അതിനുള്ള ഒരു ഉത്തരവും ഇതുവരെ കേരള രാഷ്ട്രീയത്തിലെ കേരളത്തിലെ തന്നെ പ്രമുഖനായ രാഷ്ട്രീയ നേതാവായ പിണറായി വിജയൻ നൽകിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഇത് അണികൾക്ക് പോലും തൃപ്തിയില്ല എന്നുള്ളത് ഇവിടെ തടിച്ചുകൂടിയ ഈ ജനങ്ങൾ സാക്ഷിയാണ്. അതുപോലെ തന്നെ ഇവിടെ കൂടിയ പലരും ഞങ്ങൾ സംസാരിച്ചപ്പോൾ പല പാർട്ടി പ്രവർത്തകർ ഇവിടെ രംഗത്തുണ്ട്. അവരുടെ വർത്തമാനം എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അൻവർ കുറിക്കുകൊള്ളുന്ന ചോദ്യം ചോദിച്ച് ഇവിടുത്തെ സാധാരണക്കാരനായ ജനങ്ങൾ അവരെന്താണോ ചോദിക്കാൻ ആഗ്രഹിച്ചത് ആ ചോദ്യമാണ് അൻവർ ഉയർത്തിയത്. ഈ ചോദ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിന് പകരം, കൃത്യമായ ഉത്തരം നൽകുന്നതിന് പകരം ഒഴിഞ്ഞു മാറിയിട്ട് വെറുതെ ഈ നെക്സസ്, അൻവർ ആരോപിച്ച ആ നെക്സസിന്റെ ഭാഗമായി മാറിത്തീരുകയാണ് ചെയ്തത്. എന്തായാലും ഇപ്പോൾ ഈ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി കൂടിയാണ് എന്നോടൊപ്പം ഉള്ളത്. നിങ്ങൾ ഏത് യൂണിറ്റിന്റെ ഭാരവാഹിയാണ്? ഞാൻ കണ്ണമ്പട്ടിക്കാവ് യൂണിറ്റിന്റെ പ്രസിഡന്റാണ് നിലവില്. പിന്നെ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ഒരു സഖാവും കൂടിയാണ്. നിലവില് അൻവർ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടില്ല. പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷോ അതോ മുഖ്യമന്ത്രിയോ നല്ലൊരു മറുപടിയല്ല കിട്ടിയത്. അണികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു മറുപടിയല്ല. അൻവർക്ക് തന്നെ പുറത്തിട്ടിട്ട് അൻവർക്കെതിരെയുള്ള അന്വേഷണമാണ് പ്രഖ്യാപിച്ചത്. അതൊരിക്കലും നമുക്ക് അനുകൂലിക്കാൻ പറ്റുന്നതല്ല. കള്ളക്കടത്ത് മാഫിയകളും അതുപോലെ തന്നെ കസ്റ്റഡി മരണങ്ങളും നടക്കുന്ന ഈ കാലത്ത് കൊള്ളക്കടത്ത് മാഫിയകളും ലോബികളും നാട്ടിൽ വിളയാടുന്ന കാലത്ത് ഒരിക്കലും അത് അൻവർക്ക് പറഞ്ഞ കാര്യം അത് അന്വേഷിച്ചിട്ട് സത്യസന്ധമായിട്ട് നല്ല ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് അന്വേഷിച്ചിട്ട് അതിന്റെ സത്യസന്ധമായിട്ട് ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് പ്രസിഡന്റും പാർട്ടി മെമ്പറുമാണ്. സ്വാഭാവികമായിട്ട് താങ്കൾക്കെതിരെ നടപടി വരുമോ? നടപടി വരികയാണെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ സത്യസന്ധമായി പ്രവർത്തിച്ച ഒരു സഖാവാണ്. പിന്നെ അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തനമായിട്ട് നിലവിൽ മുന്നോട്ട് പോകുന്ന ഒരു പ്രവർത്തനമാണ്. ഇനി അങ്ങനെ ഒരു ആക്ഷൻ അവരെടുത്തുന്നുണ്ടാണ് ഞാനത് തീർച്ചയായിട്ടും ഉൾക്കൊള്ളാൻ തയ്യാറാണ്. അൻവർക്ക് പറഞ്ഞ കാര്യത്തിലാണ് 100% ശരിയെന്ന് എനിക്കറിയാം. ഇപ്പോ നിങ്ങളെ പോലെ സമാന മനസ്സുള്ള, ഇങ്ങോട്ട് വരാത്ത, എന്നാൽ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ആളുകളുണ്ടോ? നൂറുകണക്കിന് സഖാക്കള് അതിന് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. പാർട്ടി അനുഭാവികളും റെഡി ആയിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വരും കാലങ്ങളിൽ അൻവറിനെ കൂടെ ഒത്തൊരുമിക്കാൻ തയ്യാറാണ്. അൻവർ ഒരു പുതിയ പാർട്ടിയൊക്കെ രൂപീകരിച്ചാൽ നിങ്ങൾ അതിനോടൊപ്പം നിൽക്കും? തീർച്ചയായിട്ടും നിൽക്കും. നിങ്ങൾ എവിടുന്ന വരുന്നത്? ഞങ്ങൾ വണ്ടൂര് ചെറുകോടെന്നാണ് വരുന്നത്. ഞങ്ങൾ പാർട്ടി പ്രവർത്തകരാണ്. ഞങ്ങൾ അൻവർ 8 വർഷം മുമ്പ് വിജയിച്ചപ്പോൾ ഇവിടെ ഞങ്ങൾ ആഹ്ലാദ പ്രകടനം നടത്തിയ ആളുകളാണ്. അൻവർ പറഞ്ഞ സത്യത്തിന്റെ കൂടെ എപ്പോഴും നിലനിൽക്കുന്ന ഒരാളാണ് അൻവർ. അൻവർ എന്ന് പറഞ്ഞാല് മുഖ്യമന്ത്രിക്കെതിരെ എന്ത് പ്രസ്താവന നടത്തിയാലും അതൊക്കെ സത്യമതുണ്ട്. ഞങ്ങൾ സത്യത്തിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവും. ഏത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്താ അഴിമതി ചെയ്താലും പിന്നെ നമ്മുടെ അൻവർ പറയുന്നത് സത്യമാണ്. ഏതാളുകളും ഏത് CPM-മാരും അൻവർ പറയുന്നത് സത്യമാണ്. ഇത്ര കാലം പറഞ്ഞിട്ട് ഒരു ദിവസം മുഖ്യമന്ത്രിയുടെ ചീത്ത പറഞ്ഞപ്പോ എല്ലാ CPM-മാരും എതിർത്ത് പറഞ്ഞു. എന്താണ് കാരണം? ഞങ്ങൾ സത്യത്തിന്റെ കൂടെയാണ്. ഇവിടെ കുടുംബങ്ങളെല്ലാവരും സത്യത്തിന്റെ കൂടെയാണ്. അതാണ് ഞങ്ങളെ ഏറ്റവും വലിയ വലുത്. ഇതുപോലെ ഈ നിരവധി ആളുകൾ ഉണ്ട്. നിങ്ങൾ എവിടെ വരുന്നത്? കേരളം മുഴുവൻ ഇതേപോലെ അൻവറിന്റെ കൂടെ ഉണ്ട്. അൻവർ പറഞ്ഞ CPM-ന്റെ മെരച്ചിലും പഠിപ്പിച്ചലും കൊണ്ട് പോയി പിന്തിയുടെ കാലം പോയി. ഇപ്പൊ പേടിക്കാത്ത ആളുകൾ ഇങ്ങോട്ട് വരും. ഇപ്പൊ പേടിക്കാതെ തന്നെ ധീരമായിട്ട് ആൾക്കാർ മുന്നോട്ട് വരും.